രാഗാദിലോകാൻ സതതാനുഷക്രാൻ അശേഷകായ പ്രസതാൻ അശേഷാൻ ഔത്സുക്യമോഹാരതിദാൻ ജഘാന യോ പൂർവവൈദ്യായ നമോസ്തു തസ്മൈ. രാഗാദിലോകാ സഹജാ സമൂലാ യേനാശു സർവേ ജഗതോപ്യഭാസ്താഃ തമേകവൈദ്യം ശിരസാ നമാമി വൈദ്യാഗമജ്ഞാംശ്ച പിതാമഹാദീൻ. ഘനചന്ദനശുണ്ഠ്യംബു പർപ്പളോശീലസാഹിതം ശീതം തേഭ്യോ ഹിതം പ്രായോദ ഏവ പവനധ്യുഷിതാ മനുഷ്യാ ദോഷാത്മകാ സ്ഫുലിതധൂസരകേശഗാത്രാ ശീതദ്വിഷശ്ചലധൃതി സ്മൃതിബുദ്ധിചേഷ്ടാ സൗഹാർദ്ദ. ഇത് അഷ്ടവൈദ്യൻ E.T. നാരായണൻ മൂസ്. ആയുർവേദമെന്ന ഉത്കൃഷ്ട പാരമ്പര്യത്തിലെ അഗ്രഗണ്യന്മാരിൽ ഒരാൾ. ആയുർവേദ ചികിത്സാരംഗത്ത് കൈപുണ്യത്തിന്റെ വരപ്രസാദം ഏറ്റുവാങ്ങിയ ചികിത്സകൻ. ആയുരാരോഗ്യത്തിന് ആയുർവേദ ചികിത്സാരംഗത്ത് തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട മഹിത പാരമ്പര്യ ചരിത്രമാണ് തൈക്കാട്ട് മൂസുമാരുടേത്. 19-ാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രത്തോടൊപ്പം വായിക്കപ്പെടുന്ന പേരാണ് നാരായണൻ മൂസിന്റേതും ഇട്ടിരവി മൂസിന്റേതും. ആയുർവേദത്തിന്റെ അപാരമായ ജ്ഞാനം ദൈവാനുഗ്രഹമായി ഏറ്റുവാങ്ങിയ ആ കുലമഹിമയിലെ ഇപ്പോഴത്തെ ചികിത്സകരിൽ ശ്രദ്ധേയനാണ് അഷ്ടവൈദ്യൻ നാരായണൻ മൂസ്. ഇദ്ദേഹത്തിന്റെ നാൾവഴികളിലൂടെ തൈക്കാട്ടുശ്ശേരിയിലെ ഈ ദുർഗാ ഭഗവതി ക്ഷേത്രം അഷ്ടവൈദ്യ കുടുംബത്തിന്റെ കുടുംബക്ഷേത്രമാണ്. ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ് തൈക്കാട്ടുശ്ശേരി മനയുടെ വൈദ്യമഹിമയുടെ പൊരുളും. നൂറ്റാണ്ടുകളായി ഈ ദുർഗാക്ഷേത്രവും തൈക്കാട്ടുശ്ശേരി മനയും മനയിലെ ശ്രേഷ്ഠ വൈദ്യ നൈപുണ്യവും രോഗികളുടെ ആശ്വാസവും അനുഗ്രഹവുമാണ്. അഷ്ടവൈദ്യൻ നാരായണൻ മൂസിന്റെ സഹധർമ്മിണി സതി അന്തർജനമാണ് ഇപ്പോഴത്തെ തൈക്കാട്ടുശ്ശേരി മനയുടെ ഐശ്വര്യം. പുണ്യം ചെയ്ത ഭാര്യയും വാത്സല്യനിധിയായ അമ്മയുമാണ് അന്തർജനം. രോഗികൾക്ക് സാന്ത്വനത്തിന്റെയും ആശ്വാസത്തിന്റെയും അനുഗ്രഹം ചൊരിയുന്ന മൂസിനൊപ്പം അന്തർജനവുമുണ്ട്, ശക്തിയായി, ചൈതന്യമായി. നാട്ടുവൈദ്യവും ആയുർവേദ ചികിത്സാ രീതിയും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമില്ലേ? ബന്ധമല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. നാട്ടുവൈദ്യം എന്നുള്ളത് ഒരു ഗ്രാമീണ ഭാഷയാണ്. ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഒരു നാഗരിക ഭാഷയാണ്. അതേ വ്യത്യാസമുള്ളൂ. ആരോഗ്യരംഗത്ത് ഇന്ന് കേരളം ഏറ്റവും മുന്നിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് വാക്കുകൾ മാത്രം ഒതുങ്ങുകയല്ലേ? അനുഭവത്തിൽ അങ്ങനെയാണ്. അല്ല, വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും രോഗികൾക്ക് ക്ഷമയില്ല. വരുമ്പോഴേക്കും രോഗം എന്തെങ്കിലും മരുന്ന് പറയുമ്പോഴേക്കും രോഗം മാറി മടങ്ങിപ്പോകണം, ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ബിസിനസ്സുകളുണ്ടാവും. അത് കാരണം ക്ഷമയോടുകൂടി ആയുർവേദ ചികിത്സ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പല രോഗികളിലും പറയാറുണ്ട്, പേഷ്യൻസ് ഉണ്ടാവണം. പേഷ്യൻസ് എന്താ? പേഷ്യൻസ് മസ്റ്റ് ഹാവ് മോർ പേഷ്യൻസ്. അതില്ലാത്തവരെ ചികിത്സിക്കാൻ പുറപ്പെട്ടാൻ വിഷമമാണ്. അവർക്ക് അതിനുള്ള സാവകാശം ഉണ്ടാവില്ല, ക്ഷമയുണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ സംഗതി. പിന്നെ വേറൊന്നുള്ളത്, ഇന്നത്തെ കാലത്ത് പല മരുന്നുകളും മുമ്പേ വളരെ അനുഭവസിദ്ധങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള പല മരുന്നുകളും കിട്ടാൻ സാധ്യതയില്ലാതെ ഉണ്ടായിത്തീർന്നു. ലോകത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലോ കേരളത്തിലോ അതിൻ്റെ ദൗർലഭ്യം ധാരാളമുണ്ട്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ലാത്ത നിബന്ധനകളും നിയന്ത്രണങ്ങളും കാരണം പല മരുന്നുകളും സംഭരിക്കുവാനോ ശേഖരിക്കുവാനോ സാധിക്കുന്നില്ല. ഒക്കെയും പ്രാധാന്യം ആദ്യം പറഞ്ഞതാണ്. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പലതും പറയുന്നുണ്ട്. അത് എന്തെങ്കിലും ചെയ്തു നോക്കാനുള്ള ക്ഷമ രോഗികൾക്കില്ല. അപ്പോഴേക്കും വേഗം മടങ്ങിപ്പോകണം. പെട്ടെന്ന് വേഗം ഫലം കാണിക്കുന്ന എന്തെങ്കിലും വല്ല സൂത്രവിദ്യ ഉണ്ടെങ്കിൽ അതിലേക്കാണ് ആളുകൾക്ക് താല്പര്യം. അതാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു പ്രധാന വീഴ്ചയ്ക്ക് കാരണം. ആയുർവേദത്തിൽ ദ്രവ്യ ചികിത്സയെന്നും അദ്രവ്യ ചികിത്സയെന്നും പറയുന്നത് എന്താണ്? ദ്രവ്യ ചികിത്സ എന്ന് പറഞ്ഞാൽ ദ്രവ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. അദ്രവ്യ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സാന്ത്വനം
സാന്ത്വനം ഇല്ലേ, പാലേറ്റീവ്, അത് അദ്രവ്യ ചികിത്സയാണ്. ആ നിലയ്ക്ക് പറയാമെന്നല്ലാതെ കണ്ട് ഒരു ദ്രവ്യമില്ലാതെ കണ്ട് കേവലം സാന്ത്വനം കൊണ്ട് സമാധാനിപ്പിച്ച് മാത്രം ഒരു ചികിത്സ നടത്താൻ സാധിക്കുന്നു തോന്നില്ല. ചികിത്സാ സൗകര്യം വർദ്ധിച്ചാൽ ആരോഗ്യം ഉണ്ടാകും എന്നൊരു ധാരണ നമുക്ക് ഏറി വരികയാണ്. പക്ഷെ ചിട്ടയായ ജീവിതശൈലിയിലൂടെ അല്ലേ നമുക്ക് ആരോഗ്യം കൈവരിക്കാനാകൂ? കൈവരിക്കാം, പക്ഷേ അത് പ്രായോഗികമല്ല. മുമ്പേ പൂർവികന്മാർ നിർദ്ദേശിച്ച വിധത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണെന്നുള്ളത്. അതുകൊണ്ട് രോഗം വരുന്നതിനേക്കാൾ, വന്നിട്ട് സമാധാനം കാണിക്കുന്നതിനേക്കാൾ വരാതിരിക്കാനുള്ള തടവ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അതൊന്ന് പലർക്കും സാധിക്കുന്നില്ല. നിങ്ങൾക്കുമില്ല, എനിക്കുമില്ല, ആർക്കും അധികം സാധിക്കുന്നില്ല. വന്നാൽ അപ്പോൾ തൽക്കാലം വേണ്ടത് ചെയ്യാമെന്നല്ലാതെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനി വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് ചികിത്സിക്കാൻ പുറപ്പെടുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഗുണനിലവാരമുള്ള ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കണമെങ്കിൽ ആയുർവേദം അനുശാസിക്കുന്ന പഥ്യങ്ങൾക്കനുസരിച്ചുള്ള ഔഷധങ്ങൾക്ക് നല്ല ഔഷധച്ചെടികൾ ആവശ്യമാണ്. മാറിയ നമ്മുടെ കാലാവസ്ഥയിൽ നാട്ടിൽ പല ഔഷധ സസ്യങ്ങളും നാടുനീങ്ങി. അത്യപൂർവങ്ങളായ ഔഷധ സസ്യങ്ങൾ പരിപാലിക്കാൻ ഇവിടെ ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ട്. അപൂർവങ്ങളായ മരുന്നു ചെടികൾ ഇവിടെ പരിപാലിക്കുന്നു. വരും തലമുറയ്ക്ക് അറിവ് പകർന്നേകാൻ ഔഷധ സസ്യങ്ങളുടെ ആരാമം കാത്തുസൂക്ഷിക്കുന്നു. യഥാർത്ഥ ഔഷധ സസ്യങ്ങൾ കണ്ടറിയാൻ, അവയെക്കുറിച്ച് പഠിക്കാൻ ഹെർബൽ ഗാർഡൻ സൗകര്യമൊരുക്കുന്നു. മരുന്നില്ലെങ്കിലും രോഗം പഥ്യം കൊണ്ടേ ശമിച്ചിടും, പഥ്യമില്ലെങ്കിൽ മാറില്ല 100 ഔഷധങ്ങളാൽ എന്നാണല്ലോ പ്രമാണം. ആയുർവേദത്തിൽ പഥ്യത്തിനുള്ള പ്രസക്തി എന്താണ്? പഥ്യേ സതി ഗതാർത്ഥസ്യ കിം ഔഷധനിഷേവണം എന്നൊരു വാക്യമുണ്ട്. പഥ്യേ സതി, പഥ്യം ഉണ്ടെങ്കിൽ ഔഷധനിഷേവണം കിം, ഔഷധം ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്നാണ്. അതന്നെ ഒന്ന് മറിച്ച്, അത് സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പഥ്യേ അസതി ഗതാർത്ഥസ്യ കിം ഔഷധനിഷേവണം. പഥ്യം അസത്തായിരിക്കുമ്പോൾ, അതായത് ഇല്ലാതിരിക്കുമ്പോൾ ഔഷധം പ്രയോഗിച്ചിട്ടുണ്ടാകും കാര്യം എന്നാണ്. തൈക്കാട്ടുമനയിലെ ആയുർവേദ അറിവിന്റെ പ്രവാഹം ഒരിക്കലും വറ്റുന്നതല്ല. ഇവിടെ ആയുർവേദ അറിവ് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അനുസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനായി 1975 വൈദ്യരത്നം ആയുർവേദ കോളേജ് ആരംഭിച്ചു. 40 വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ഓരോ വർഷവും പ്രവേശനം നൽകുന്നത്. ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി കോഴ്സാണ് ഇപ്പോഴുള്ളത്. അതോടൊപ്പം വൈദ്യശാസ്ത്ര രംഗത്തെ അറിവുകളുമായി വൈദ്യരത്നം ന്യൂസ് പ്രസിദ്ധീകരിക്കുന്നു. ആയുർവേദത്തിൽ നിരന്തരമായ അന്വേഷണങ്ങളും അതിനനുസരിച്ചുള്ള നിരീക്ഷണങ്ങളും സദാ നടന്നുകൊണ്ടിരിക്കുന്നു. ആയുർവേദ ചികിത്സയ്ക്കായി മനാമ, ബഹ്റിൻ, UK, ജർമ്മനി, കെയ്റോ, USA, സ്പെയിൻ, റഷ്യ, ഹാവായ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളടക്കം 22 ബ്രാഞ്ചുകളുണ്ട്. 1000-ഓളം റീട്ടെയിൽ ഔട്ട്ലെറ്റുകളും പ്രവർത്തിച്ച് ആയുർവേദ ചികിത്സയുടെ പേരും പെരുമയും വർദ്ധിപ്പിക്കുകയാണ്. നാരായണൻ മൂസിന്റെ മൂത്ത മകൻ അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസ്. ഇത് രണ്ടാമത്തെ മകൻ അഷ്ടവൈദ്യൻ ET പരമേശ്വരൻ മൂസ്. അച്ഛന്റെ പാരമ്പര്യവും അഷ്ടവൈദ്യ പാരമ്പര്യവും നെഞ്ചേറ്റി ആയുർവേദ ചികിത്സാ രംഗത്ത് ആയുർവേദ അറിവുകൾ സമന്വയിപ്പിക്കുന്നതിന് ശ്രദ്ധേയരായ പുതിയ തലമുറ. നിരന്തരമായ സാധനയിലൂടെ, അന്വേഷണങ്ങളിലൂടെ, ചിന്തകളിലൂടെ കരഗതമായ ആയുർവേദ അറിവുകൾ തന്നെ തേടിയെത്തുന്നവർക്ക് പകർന്നേകുന്നു ഇവർ.